കേരളീയം നവകേരള സദസ്സ് എന്നീ പരിപാടികളിൽ പാർട്ടി വിലക്ക് ലംഘിച്ച് പങ്കെടുത്ത നേതാക്കളെ മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം ആർ നൌഷാദ്, പ്രവാസി ലീഗ് സംസ്ഥാന സെക്രട്ടറി കലാപ്രേമി ബഷീർ എന്നിവർക്കെതിരെയാണ് നടപടി. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സലിം, എന്താണ് ഈ അച്ചടക്ക നടപടിയുടെ വിശദാംശങ്ങൾ? വേണു, കേരളീയവും നവകേരള സദസ്സും ഈ രണ്ട് പരിപാടികളും UDF ബഹിഷ്കരിച്ചിരുന്നു. ഈ വിലക്ക് ലംഘിച്ച് വിവിധ UDFന്റെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇതിൽ പങ്കെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ പങ്കെടുത്തവരെ കോൺഗ്രസ് അപ്പോൾ തന്നെ പുറത്താക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം കണ്ടതാണ്. പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു വ്യാപകമായ നടപടിയിലേക്ക് പോയിരുന്നില്ല. അത് LDF നേതാക്കൾ ആയുധമാക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ UDF വിലക്കിയത് കാരണം പോകാത്തതാണ് എന്ന നിലയിലൊരു അഭിപ്രായമായിരുന്നു LDF ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗും ആ നിലയിൽ നടപടിയിലേക്ക് കടക്കുന്നു എന്ന് മാത്രമല്ല, മാസങ്ങൾക്ക് മുൻപ് നടന്ന കേരളീയത്തിൽ പങ്കെടുത്ത ആൾക്കെതിരെ പോലും അച്ചടക്ക നടപടി എടുക്കുന്നത് ഇപ്പോഴാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. കലാപ്രേമി ബഷീർ എന്ന പ്രവാസി ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായ കലാപ്രേമി നൌഷാദ് ആയിരുന്നു കേരളീയം നടന്നപ്പോൾ കേരളപ്രേമിയുമായി ബന്ധപ്പെട്ട് കേരളീയം നടന്നതുമായി കേരളീയത്തിൽ പങ്കെടുത്തത്. കലാപ്രേമി ബഷീറിനെതിരെ ഇപ്പോഴാണ് നടപടിയെടുക്കുന്നത്. മാത്രമല്ല, നവകേരള സദസ്സിന്റെ ചിറയൻകീഴ് മണ്ഡലത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത് KMCC മുൻ നേതാവായ ആർ നൌഷാദ് ആയിരുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗവുമാണ്. രണ്ടുപേർക്കെതിരെയും ഒറ്റ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വേണു, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.